Hello guys, അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഇൻട്രോ ഒന്നും ഇല്ല കാരണം പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ്. ആസ് യൂഷ്വൽ ഇന്നലെ രാത്രി 1 മണിക്ക് എടുത്തതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് കുറച്ച് അടിപൊളി നോട്ട്ബുക്സ് ആണ് ചെയ്യുന്നത്. എല്ലാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. വേറൊരു വീഡിയോ പ്ലാൻ ചെയ്ത് എടുത്ത് തുടങ്ങിയതാണ്. പക്ഷേ അവസാനം 3 നോട്ട്ബുക്കിൽ അങ്ങോട്ട് ഒതുക്കി. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോട്ട്ബുക്ക് നോക്കാം. നോട്ട്ബുക്കിനെ പറ്റി പറയാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് 3 എണ്ണം ചെയ്തുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ അധികം ഡിസൈൻ ചെയ്യാനായിട്ട് നോട്ട്ബുക്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഒന്നല്ലെങ്കിൽ ഞാൻ അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ നമ്മൾ എഴുതുന്ന ക്ലാസ്സിലൊക്കെ കൊണ്ടുവന്ന നോട്ട്സില്ല അതേപോലത്തെ നോട്ട്ബുക്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു നോട്ട്ബുക്കല്ല ഈ ഒരു ജേർണൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ നല്ലപോലെ ആഗ്രഹിച്ച് ചെയ്തതാണ്. കാരണം ഈ പിൻട്രസ്റ്റിലൊക്കെ ഈ ജേർണൽസിലൊക്കെ ഫ്രണ്ടിൽ കുറേ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കൾപ്പിന്ന് ഈ സാധനം കിട്ടിക്കഴിഞ്ഞപ്പോൾ സ്റ്റിക്കർ മൊത്തം ഇതേപോലെ ഒട്ടിച്ചതാണ്. മേക്ക് ഓവർ ചെയ്യുന്നതിൻ്റെ സന്തോഷം ഉണ്ടെങ്കിലും എൻ്റെ ഏറ്റവും വലിയ വിഷമം ഈ സ്റ്റിക്കറൊക്കെ എടുത്ത് കളയണ്ടേന്നുള്ളതായിരുന്നു. എനിക്ക് പക്ഷേ എൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലൊരു 100 സ്റ്റിക്കർ ഉണ്ടെങ്കിലും എവിടെന്നെങ്കിലും ഒരു സ്റ്റിക്കർ കണ്ടു കഴിഞ്ഞാൽ അത് അപ്പം കീറി എടുത്ത് ഒട്ടിക്കും. ഇതിപ്പോൾ എൻ്റെ സ്വഭാവം എന്നൊന്നുമല്ല, പലവരുടെ സ്വഭാവം അതായിരിക്കും. നിങ്ങളുടെ സ്വഭാവം അങ്ങനെയാണോ എന്ന് പറയാനായിട്ട് മറക്കണ്ട. അതായത് ഇപ്പോൾ ജേർണൽസിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ സ്റ്റിക്കേഴ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വരുന്ന സമയത്ത് അതിൽ പാക്കേജിങ്ങിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനതൊക്കെ ഇപ്പോഴും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ടഫസ്റ്റ് പാർട്ട് ഈ ഒരു മൈ ജേർണലിൽ നിന്ന് എഴുതി വെച്ച സാധനം കീറിച്ചെടുക്കലായിരുന്നു. ഇപ്പോൾ ബുക്കിൻ്റെയൊക്കെ അവസ്ഥ കണ്ടല്ലോ, ചില സാധനമൊന്നും വരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ മേക്ക് ഓവറൊക്കെ കൊടുക്കുന്നതുകൊണ്ട് കീറിപ്പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. പിന്നെ സത്യം പറഞ്ഞാൽ മനസ്സിലൊരു സാറ്റിസ്ഫാക്ഷൻ എപ്പോഴാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈ ജേർണൽ ഉള്ളിൽ ഞാൻ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫസ്റ്റ് പേജിലായിരുന്നു ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നു. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അപ്പോൾ ആദ്യത്തെ നോട്ട്ബുക്ക് എന്ന് പറയുന്നത് ഒരു ബെയർ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു നോട്ട്ബുക്കാണ്. അപ്പോൾ നിങ്ങൾ തമ്മിലും കാര്യങ്ങൾക്കൊക്കെ കണ്ടിട്ടുണ്ടാവും. കുറച്ച് പേരൊക്കെ കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ യൂണിക്കോണൊക്കെ വരുന്ന നോട്ട്ബുക്കിൽ, അതായത് കുറച്ച് ഫർ മെറ്റീരിയലൊക്കെ വരുന്ന പോലത്തെ സാധനം അതേപോലത്തെ നോട്ട്ബുക്സൊക്കെ ഹോം മെയ്ഡായിട്ട് ചെയ്യുമെന്ന് വെച്ചിട്ട് കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ചുളിവ് വിലയിൽ ഫെറോ അല്ലെങ്കിൽ എന്താ പറയുക ഫെൽറ്റ് മെറ്റീരിയൽ ഒന്നും വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പപ്പണി എന്ന് പറയുന്നത് ഇതേപോലത്തെ ടവൽ യൂസ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ നോർമൽ തോർത്തല്ല, ടർക്കി എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ സംഭവം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതും പറഞ്ഞ് വീട്ടിൽ ഉപയോഗിക്കുന്ന ടവലൊക്കെ കീറി എടുത്തിട്ട് വീട്ടിൽ നിന്ന് അമ്മ പുറത്താക്കി കഴിഞ്ഞാൽ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഈ ഒരു ടവൽ എന്ന് പറയുന്നത് കല്യാൺ സിൽക്സിൽ പണ്ടെപ്പോഴും എന്തോ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫ്രീ ആയിട്ട് 4 ടവൽ കിട്ടിയതാണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ സംഭവം ചെയ്യാലോ എന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. നമ്മൾ ബുക്കൊക്കെ സ്കൂളിൽ കവർ ചെയ്യില്ലേ, അതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇടയിൽ ഈ പോർഷൻ കട്ട് ചെയ്ത് വിട്ടത് ഇതേപോലെ മടക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് കവർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് പശ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ കുറച്ച് നീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഇതേപോലെ 2 പേജ് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ നല്ല ഭംഗിയിൽ കിട്ടും. പക്ഷേ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴാണ് അടുത്ത ഡിസൈൻ ചെയ്യാമെന്ന് തോന്നുകയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒട്ടിച്ച് കൊടുത്തില്ല. ഇനി നമ്മുടെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഇതിനൊരു ബെയറാക്കി എടുക്കണമല്ലോ. അപ്പോൾ ടെഡി ബെയർ പോലെ ആക്കാനായിട്ട് കുറച്ച് കണ്ണും മൂക്കും വായും ഒക്കെ വരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ക്ലോത്ത് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പക്ഷേ എനിക്ക് അതിനുള്ള ക്ഷമയൊന്നുമില്ല. കാരണം രാത്രി 1 മണിക്ക് ഉണ്ടാക്കുന്നതിന് ഇതിനേക്കാൾ ക്ഷമയൊന്നും എനിക്കിനി പറ്റില്ല. അപ്പോൾ ഞാൻ നോർമൽ പേപ്പർ A4 ഷീറ്റൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം ഞാൻ ഇതേപോലെ മൂക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഭയങ്കര സീരിയസ് ഫേസ് ആണോ തോന്നി. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ചിരിക്കുന്ന സാധനം വെച്ച് കഴിഞ്ഞപ്പോൾ അത്ര നന്നായിട്ടുണ്ടോ, കുറച്ച് കെണ്ണാപ്പി ആയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തായാലും ലാസ്റ്റ് നമുക്ക് ആ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് 2 ബ്ലഷും കൂടെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ എന്ത് വരയ്ക്കുകയാണെങ്കിലും കുറച്ച് ബ്ലഷൊക്കെ ഇട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി പിങ്ക് കളർ പേപ്പറാണ് ഉപയോഗിച്ചത്. ആ സാധനം ഇതേപോലെ മടക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 പോർഷൻ കിട്ടും. അത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇതേപോലെ വെച്ച് കൊടുത്തപ്പോൾ എനിക്ക് തോന്നി ആദ്യം വെച്ച സാധനം തന്നെയാണ് നല്ലത്. നിങ്ങൾക്ക് ഏതാ ബെസ്റ്റ് എന്ന് തോന്നിയത് എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കണ്ട. പിന്നെ കണ്ണും കൂടെ വരച്ച് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് വച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്ന അറിയാനായിട്ട് ഒരു പേപ്പർ കട്ട് ചെയ്ത് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പെയിൻറ്റ് വെച്ചിട്ട് ഇതേപോലെ 2 കണ്ണാണ് വരച്ചു കൊടുത്തത്. പിന്നെ ഒരു പ്രോ ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ ഈ കണ്ണൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഒറ്റൊരു കുത്ത് മാത്രം വെച്ച് കഴിഞ്ഞാൽ അത്ര രസം ഉണ്ടാവില്ല. ഇതേപോലെ 2 കുത്ത് വെച്ച് കൊടുത്താലായിരിക്കും കുറച്ചുകൂടെ കവായി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റഡ് നോട്ട്ബുക്ക്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ടവൽ മാത്രം മതി ചെയ്യാൻ. അപ്പോൾ നമുക്ക് അടുത്ത നോട്ട്ബുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് നോട്ട്ബുക്ക് എന്ന് പറയുന്നത് ഈ ഒരു പേപ്പർ ക്രാഫ്റ്റിൻ്റെ നോട്ട്ബുക്കാണ്. ഞാൻ പൊതുവേ ഇങ്ങനത്തെ നോട്ട്ബുക്സൊക്കെ ഈ ഒരു രീതിയിൽ ബുക്ക് കവർ ചെയ്തെടുക്കാറാണ് ചെയ്യാറുള്ളത്. പണ്ട് ഞാൻ ഇതേ തന്നെയാണ് ചെയ്യാറുള്ളത്. ഇതന്നെയാണ് ഈ ഇടയ്ക്ക് ഞാൻ സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നതും. അപ്പോൾ ഇപ്രാവശ്യം ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതേപോലെ എന്തെങ്കിലും ഒരു ഡാർക്ക് ആയിട്ടുള്ള പേപ്പറോ അല്ലെങ്കിൽ ക്ലോത്ത് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. സത്യം പറഞ്ഞാൽ ബ്ലാക്ക് ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പണ്ട് നിംസി എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലായിരുന്നു ഞാനിത് ഫസ്റ്റ് കണ്ടിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബ്ലാക്ക് ചാർട്ട് എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഈ ഡാർക്ക് ബ്ലൂ വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ബ്ലാക്ക് ആയിരിക്കും കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുക. നമ്മുടെ നോർമൽ ബുക്കൊക്കെ കവർ ചെയ്യുന്നത് പോലെ കവർ ചെയ്ത് കൊടുക്കുക. അതിന് വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ. അടുത്തത് ഒരു ഡയമണ്ട് ഷേപ്പ് വരച്ചെടുക്കണം. ഡയമണ്ട് ഷേപ്പ് വരയ്ക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല. മുകളിൽ ഒരു 5 സെൻറ്റിമീറ്റർ,
ഇടയിൽ ഒരു 7 സെൻറ്റിമീറ്റർ, പിന്നെ സെൻറ്റർ താഴെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് ജോയിൻ ചെയ്താൽ മതി. അത് കണ്ടു കഴിയുമ്പോൾ തന്നെ വരയ്ക്കാനായിട്ട് മനസ്സിലാവും. പിന്നെ ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുള്ളത്. ഇതില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ പേപ്പറിൽ കുറച്ച് ഗ്ലൂ തേച്ചിട്ട് കുറച്ച് ഗ്ലിറ്റർ ഇട്ട് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് വൈറ്റ് കളർ പേപ്പറൊക്കെ ഇതേപോലെ ഒട്ടിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഗ്ലിറ്റർ ഫോം ഷീറ്റൊക്കെ എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും ഗിഫ്റ്റ് ഷോപ്പിലൊക്കെ കിട്ടും. അതിന് ഏകദേശം എൻ്റെ ഒരു ഓർമ്മയിൽ 10 രൂപ 15 രൂപയൊക്കെയാണ്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ഏകദേശം അത്രയൊക്കെ വരുള്ളൂ. പിന്നെ ഇതൊരു ഡയമണ്ട് ഷേപ്പ് പോലെ ഇതേപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. പക്ഷേ പെയിൻറ്റ് ചെയ്ത് കൊടുത്തത് കുളമായിപ്പോയി. കാരണം ഞാൻ ഫസ്റ്റ് വരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് സെൻറ്ററിലൊക്കെ വര മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഡയമണ്ട് ആക്ച്വലി അങ്ങനെ നടുക്ക് വര ഇടില്ല വരയ്ക്കണ സമയത്ത്. അപ്പം ഞാനത് മായ്ച്ച് കളയാനായിട്ട് കുറച്ച് ഗ്ലൂ ഒക്കെ വെച്ച് ഗ്ലിറ്ററൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി, അത് ചീറ്റിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് വേറൊരെണ്ണം കട്ട് ചെയ്തപ്പോൾ അതിൽ ഗ്ലിറ്റർ ഒന്നും നേരെ ഉണ്ടായിരുന്നില്ല. പിന്നെ മൂന്നാമത് കട്ട് ചെയ്തപ്പോഴാണ് ശരിയായത്. അതിനുശേഷം ഇതേപോലെ വരച്ചു കൊടുക്കണം. സമയം ഏകദേശം 1:06 ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കെച്ച് വെച്ച് വരയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം അങ്ങോട്ട് സ്കെച്ച് വെച്ച് എല്ലാ കാര്യങ്ങളും വരച്ചു കൊടുത്തു. എപ്പോഴത്തെയും പോലെ ലാസ്റ്റ് മൊമെൻറ്റിലായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുക. ഇപ്പം തന്നെ സമയം 2:45. അപ്പോൾ ഇനി എപ്പോഴാണ് പബ്ലിഷ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ സ്പീഡിൽ പറഞ്ഞിട്ടാണ് ഇടയിലിടയിൽ ഈ കതച്ച് പറയണത്. എന്തായാലും നമ്മുടെ ഡയമണ്ട് ഡയറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിന് മുമ്പ് താഴെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോട്ടോ എന്താണെന്ന് വെച്ചാൽ എഴുതി കൊടുക്കുക. ഷൈൻ ബ്രൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എഴുതി കൊടുത്തത്. അത് ഞാനൊരു മെറ്റാലിക് പെൻ വെച്ചിട്ട് എഴുതി കൊടുത്തത്. അതൊന്നും ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വൈറ്റ് കളർ പെയിൻറ്റ് വെച്ചിട്ടൊന്ന് എഴുതി കൊടുത്താൽ മതി. ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഡെസ്കിൻ്റെ കാര്യത്തിലേക്ക് തീരുമാനമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്ത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഡബിൾ സൈഡ് ടേപ്പ് എവിടെ നിന്നാന്ന് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി ഞാൻ വാൾ പോസ്റ്റർ വാങ്ങിയ സമയത്ത് അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ്. ഇത് നമുക്ക് ആമസോണിൽ നിന്ന് ഓൺലൈനിൽ നിന്നൊക്കെ ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫിനിഷ്ഡ് നോട്ട്ബുക്ക്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടോ ഇല്ലേന്ന് പറയാം. ഇനി നമുക്ക് നമ്മുടെ തേർഡ് നോട്ട്ബുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോട്ട്ബുക്ക് ഒന്നും കിട്ടാതായി കഴിഞ്ഞപ്പോൾ ഈ ഒരു ഡയറി ആയിരുന്നു എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ 2 വർഷം മുമ്പ് ചെയ്തു വെച്ച സാധനമായിരുന്നു. ആ സാധനമൊക്കെ നല്ല രീതിയിൽ അഴുക്ക് പിടിച്ചിരിക്കുകയായിരുന്നു. പോരാത്തതിന് പട്ടുവിൻ്റെ കയ്യിൽ ഒരുക്കി ഈ ഡയറി കിട്ടിയിട്ട് ഒറ്റ വലി വലിച്ചാണ്. ആ വലി വലിച്ചതിലാണ് ആ ഇടയിലൊക്കെ കീറിപ്പോയത്. അപ്പം ഞാൻ ആ സാധനമൊക്കെ ഒന്ന് ഗ്ലൂ ഗൺ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുത്തു. അതിനുശേഷം ആസ് യൂഷ്വൽ നമ്മൾ കവർ ചെയ്ത് കൊടുക്കില്ലേ, കവർ ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ ബ്ലൂ കളറാണ് യൂസ് ചെയ്തത്. അങ്ങനെ പ്രത്യേകിച്ച് കളറൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാർട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സ്റ്റെപ്പൊന്നും അധികം പറയാനൊന്നുമില്ലല്ലോ, നമ്മുടെ നോർമലായിട്ട് ബുക്ക് കവർ ചെയ്ത പോലെ തന്നെ കവർ ചെയ്ത് കൊടുക്കുക. ഈ മൂന്നാമത്തെ നോട്ട്ബുക്ക് ഞാൻ രാവിലെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 1:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് എനിക്ക് കഡിൽ ഡയറീസിൽ ഒരു വീഡിയോയും കൂടെ പബ്ലിഷ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ സാധനം ഒന്നും എഡിറ്റ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പറ്റുന്നത്ര എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു 2 മണി 3 മണി വരെ ഇരുന്ന് അതും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെയാണ് ഈ സാധനം ചെയ്തത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു വാട്ടർമെലൺ ആണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ വെക്കാൻ പറ്റും. നല്ല എന്ത് വെച്ച് കഴിഞ്ഞാലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ വാട്ടർമെലൺ ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു റെഡ് കളർ പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ വാട്ടർമെലൺ എപ്പോഴും വരയ്ക്കുന്ന സമയത്ത് താഴെ ഒരു ഗ്രീൻ പോർഷനും ഇടയിൽ ഒരു വൈറ്റ് പോർഷനും കൂടെ വെക്കുമല്ലോ. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ കളർ പേപ്പർ ഒന്നും ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പേപ്പർ എടുത്തിട്ട് ഒന്ന് കളർ അടിച്ചെടുത്താൽ മതി. കാരണം കുറേ പേര് നമ്മൾ ഈ കളർ പേപ്പറൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതൊന്നും ഇല്ലാതെ ചെയ്യുമോ എന്ന് പറഞ്ഞ് ചോദിക്കും. അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അതൊക്കെ ഉണ്ടാക്കണം. പിന്നെ നമ്മുടെ വാട്ടർമെലനൊക്കെ സെറ്റാക്കിയതിന് ശേഷം കണ്ണും മൂക്കും വായൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒട്ടിക്കുമ്പോൾ ഞാൻ ഒരു 3D ഇഫക്റ്റ് പോലെയാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോർമലായിട്ട് മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് പൊങ്ങി നിൽക്കാനായിട്ട് ഇതേപോലെ ആദ്യം ഒരു കാർഡ്ബോർഡിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മുടെ വാട്ടർമെലൺ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു സംഭവമാണ് അതിലോട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനു മുമ്പ് ഞാൻ കണ്ണൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് ഒട്ടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നല്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് എടുക്കാം. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ കഷ്ണം എടുത്തിട്ട് അതിലോട്ട് നമ്മുടെ വാട്ടർമെലൺ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ ആ സാധനം ബുക്കിലോട്ട് ഡയറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാലും കുറച്ചൊരു 3D ഇഫക്റ്റിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് പോലെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇതേപോലെ ഡയറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാമത്തെ നോട്ട്ബുക്കും അങ്ങനെ റെഡിയായി. ഇത് അത്യാവശ്യം പഴക്കമുള്ള നോട്ട്ബുക്ക് ആണെങ്കിലും ഇപ്പോൾ കാണാനായിട്ട് എന്തായാലും നല്ല ക്യൂട്ടായിട്ടില്ലേ. അപ്പോൾ 3 അടിപൊളി ക്യൂട്ട് ആൻഡ് ഈസി ആയിട്ടുള്ള നോട്ട്ബുക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 നോട്ട്ബുക്സൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാം നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പറയാൻ മറക്കണ്ട. ഇപ്പം തന്നെ ഞാൻ ശ്വാസം മുട്ടിച്ചാവും. ഈ ഒരു സാധനമാണ് എൻ്റെ ഫേവറേറ്റ്. പിന്നെ അത് കഴിഞ്ഞാൽ ഈ വാട്ടർമെലൺ ഏറ്റവും ലാസ്റ്റാണ് ഇത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ള പറയാൻ മറക്കണ്ട. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ.